നമ്പർ 1 കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരെ സമരം ചെയ്യുകയാണ്. ഒരു സൈഡില് ഹൃദയ ശസ്ത്രക്രിയക്കൊക്കെ വേണ്ട ഉപകരണങ്ങളൊക്കെ ഈ കൊടുത്ത സാധനങ്ങൾ കമ്പനിക്കാർ തിരിച്ചു വാങ്ങുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കോടികളുടെ കുടിശ്ശികയായി. തിരുവനന്തപുരത്തുള്ള അതുപോലെ കോട്ടയത്തുള്ള മെഡിക്കൽ കോളേജുകൾ ഇതേ അവസ്ഥയുണ്ട്. എറണാകുളം ജനറൽ ആശുപത്രിയിലടക്കം പേയ്മെന്റ് വരാത്തത് കൊണ്ട് നൽകിയ ഉപകരണങ്ങൾ തിരിച്ചെടുക്കുകയാണ് കമ്പനി. ഡോക്ടർമാരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് രോഗികളുള്ളിടത്ത് 1-2 ഡോക്ടർമാരെ നിയമിക്കുന്നത് നിർത്തണം എന്നാണ്. അതുപോലെ തന്നെ ഇൻസ്പെക്ഷൻ വരുന്ന സ്ഥലത്തേക്ക് ഡോക്ടർമാരെ കൊണ്ടുവന്ന് ഫില്ല് ചെയ്ത് അവിടെ ഡോക്ടേഴ്സ് ഉണ്ടെന്ന് കാണിക്കുക, ഓവർ ടൈം ഡ്യൂട്ടി എടുപ്പിക്കുക, അതുപോലെ ശമ്പളം, അതുപോലെ ബാക്കിയുള്ള ഭത്തകൾ ഇതൊന്നും പ്രോപ്പർ ആയിട്ട് കൊടുക്കാതിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഡോക്ടേഴ്സ് സമരം ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്പർ 1 ആരോഗ്യരംഗം, നമ്പർ 1 കേരളം എന്നൊക്കെ തള്ളി വിദേശത്തും പോയി അവിടെ നിന്നും എന്തൊക്കെയോ അവാർഡും തട്ടിക്കൂട്ടി മേടിച്ച് നമ്മളെ നാക്കുകൊണ്ട് വിശ്വസിപ്പിക്കുന്നതല്ലാതെ സത്യത്തിൽ ഇവിടെ നമുക്കൊരു അസുഖം വന്നാൽ അത് ഗുരുതരമായിട്ടുള്ളതാവട്ടെ അല്ലെങ്കിൽ ചെറിയൊരു ഒടിവോ ചതവോ ആയിക്കോട്ടെ, നമുക്ക് ഗവൺമെന്റ് ആശുപത്രികളെ ആശ്രയിച്ച് വിശ്വസിച്ച് പോകാൻ കഴിയുമോ? നമുക്കറിയാം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കയ്യിൽ ഒരു പൊട്ടലുമായിട്ട് വന്ന ഒരു കുട്ടിയെ പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാതെ മുറിവ് പോലും നോക്കാതെ പ്ലാസ്റ്റർ ഇട്ട് വെച്ച് ആ കൈ മുറിച്ച് കളയേണ്ട അവസ്ഥയിലെത്തിയത്. ഇപ്പൊ ഹൃദയ ശസ്ത്രക്രിയ ചെയ്യാനായിട്ട് ഇരിക്കുന്ന രോഗികളുടെ അവസ്ഥ ഒന്ന് ആലോചിക്കുക. അവർക്ക് ഇത് ചെയ്യണമെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽ മാത്രം ശരണം എന്ന് പറഞ്ഞൊരു അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇടതുപക്ഷം. എന്നിട്ടും ഇവർ നാവ് കൊണ്ട് പറയുന്നത് ഇവർ ഭയങ്കരമായിട്ടുള്ള ഒരു ഭരണമാണ് കാഴ്ചവെക്കുന്നതെന്ന്. സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ പോയിട്ട് മോശമായ അനുഭവം നേരിട്ടിട്ടുള്ളവരാണോ നിങ്ങൾ? എങ്കിൽ പ്രതികരിക്കാനായിട്ട് ജനങ്ങളെ ഒന്ന് ഉദ്ബോധിപ്പിക്കാനെങ്കിലും നിങ്ങളുടെ അനുഭവം കമന്റ് ആയിട്ട് ഇവിടെ രേഖപ്പെടുത്തും.